ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധുരക്കിഴങ്ങ് ഇത് ഇഷ്ടമില്ലാത്തവരായി നമ്മുടെ ഇടയിൽ ആരും കാണില്ല അല്ലേ? വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ മധുരക്കിഴങ്ങ് കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചീനിക്കിഴങ്ങ് കൊണ്ട് നമ്മൾ ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ചീനിക്കിഴങ്ങ് ചേർത്ത് കൊണ്ടുള്ള രുചികരമായ സോഫ്റ്റായിട്ടുള്ള പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. കൂടെ കടലക്കറിയുമുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കടല കറി ഉണ്ടാക്കാനായിട്ട് ഇത് കുതിർത്തിട്ടുണ്ട്. 1 കപ്പോളമുണ്ട്. ഇതിൽ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇടാം. ചെറിയ ഉള്ളി വൃത്തിയാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷേ അത് ഭയങ്കര ടേസ്റ്റും ഗുണവുമുള്ളതാണല്ലോ. കുതിർത്ത കടലയോടൊപ്പം 8-10 ചെറിയ ഉള്ളിയും 3-4 വെളുത്തുള്ളി അല്ലിയും ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കടല വേവിക്കാം. 1 കപ്പ് കടലയ്ക്ക് 1 കപ്പ് വെള്ളം മതിയാകും. ആദ്യത്തെ വിസിൽ വന്ന ശേഷം തീ കുറച്ച് വെച്ചിട്ട് 10 മിനിറ്റോളം വേകട്ടെ. കടലക്കറിയിൽ ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ തന്നെ എടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാൻ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ വേണമെന്നില്ല. ചിരട്ടയോട് ചേർന്നിരിക്കുന്ന തേങ്ങയും തേങ്ങ തിരുമുമ്പോൾ ഇളകി വീഴുന്ന തേങ്ങയും കൂടി ചേർത്താണ് ഞാനിപ്പോൾ പാലുണ്ടാക്കാൻ പോകുന്നത്. ഈ തേങ്ങ ആദ്യമൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ചൂടുവെള്ളം കുറച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് ഒരു അരിപ്പിലൂടെ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു തുണിയിൽ കെട്ടി പിഴിഞ്ഞെടുക്കാം. ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഈ അധികം വന്ന തേങ്ങാക്കൊത്തിൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് 2-3 പാലാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും യൂസ് ചെയ്യുന്നില്ല. ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിസിൽ പോയിട്ടില്ല. പുട്ടുണ്ടാക്കാനായിട്ട് ചീനിക്കിഴങ്ങാണ് എടുത്തത്, അതായത് മധുരക്കിഴങ്ങ്. ഒരു വലിയൊരു മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായി തൊലി ചെത്തിയതിന് ശേഷം കത്തി ഉപയോഗിച്ച് ഇടയ്ക്ക് കറുത്ത കുത്തുകൾ കാണും. ആ കുത്തുകളെല്ലാം മാറ്റണം, അല്ലെങ്കിൽ മണ്ണ് അകത്ത് കയറിയിരിക്കും. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇത് ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ക്യാരറ്റിനേക്കാളും നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ചീനിക്കിഴങ്ങ്. ഡയബറ്റിക്സ് രോഗികൾക്ക് വരെ കഴിക്കാമെന്നാണ് പറയുന്നത്. പുട്ടുണ്ടാക്കാനായിട്ട് 1 കപ്പ് ചമ്പ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് മിക്സിയുടെ ജാറിലിട്ട ശേഷം 1 കപ്പ് തന്നെ ഗ്രേറ്റ് ചെയ്ത മധുരക്കിഴങ്ങും കൂടി ചേർത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് 1/2 കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഈ മധുരക്കിഴങ്ങ് എടുത്തത്. പെട്ടെന്ന് മധുരക്കിഴങ്ങ് പൊടിഞ്ഞ് കിട്ടാനായിട്ടാണ് ഈ ഓൾട്ടർനേറ്റീവായിട്ട് മധുരക്കിഴങ്ങും അരിമാവും കൂടി എടുത്തത്. 1/4 കപ്പ് തേങ്ങ കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയിൽ നന്നായിട്ട് ഒന്ന് കറക്കിയെടുക്കാം. മിക്സിയുടെ പൾസ് മോഡിലിട്ട് കറക്കിയെടുത്താൽ മതി. ഇതുപോലെ കിട്ടും. ഇനി ഒരല്പം വെള്ളം കൂടി തളിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം തളിക്കുന്നുണ്ട്. ഓരോ അരിമാവിൻ്റെയും വ്യത്യാസമനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ട ഉരുട്ടുമ്പോൾ ഉരുണ്ട് വരണം. ആ ഒരു രീതിയിൽ നനച്ചെടുക്കണം. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ജാറിൻ്റെ അടിഭാഗത്തുള്ള മാവൊന്ന് ഇളക്കിയെടുത്ത് നോക്കണം. അടിഭാഗത്തുള്ള മാവ് നന്നായിട്ട് മിക്സായിട്ടുണ്ടോ എന്നറിയണമല്ലോ. ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പുട്ടുണ്ടാക്കാൻ എപ്പോഴും ചമ്പ പുട്ടുപൊടി നല്ല ടേസ്റ്റാണ്. ഇത് പുട്ടുപൊടി തന്നെയാണ്. നമ്മൾ സാധാരണ വെളുത്ത അരിപ്പൊടിയാണെങ്കിൽ അത് അപ്പം പത്തിരി എന്നൊക്കെയല്ലേ എഴുതി വച്ചേക്കുന്നത്. ഇത് പുട്ടുപൊടി തന്നെയാണ്. ഇനി ഈ മധുരക്കിഴങ്ങ് അരിപ്പൊടി മിക്സും തേങ്ങയും കുറച്ച് മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇരിപ്പുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് നമുക്ക് രുചികരമായിട്ടുള്ള പുട്ടുണ്ടാക്കാം. ഈ മധുരക്കിഴങ്ങ് ചേർത്തുണ്ടാക്കിയ പുട്ടിന് ഒരല്പം മധുരവും ഉണ്ടാകും. അതുപോലെ ഇത് തണുത്താലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ മധുരക്കിഴങ്ങ് ഉള്ളതുകൊണ്ട്. സാധാരണ പുട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് ചോറ് ചേർത്തിട്ട് മാവ് ഇതുപോലെ തന്നെ പൊടിച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പുട്ടുണ്ടാക്കാൻ ഇത്തരം പുട്ടുകുറ്റി തന്നെ വേണമെന്നില്ല. തുണി വായിക്കെട്ടി അതിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. അതുപോലെ ഗ്ലാസ്സിൽ വെച്ചും പുട്ടുണ്ടാക്കാം.
പിന്നെ ചിരട്ടയിൽ വെച്ച് വേണമെങ്കിലും പുട്ടുണ്ടാക്കാം. അതുകൊണ്ട് ഈ പാത്രം വേണമെന്ന് തന്നെ ഇല്ല. പുട്ടുകുടത്തിൽ നല്ല ആവി വന്നതിന് ശേഷം മാത്രം ഈ പുട്ട് ഊറ്റി വയ്ക്കാം. തീ ഒന്ന് കുറച്ചതിന് ശേഷം 4-5 മിനിറ്റ് കൊണ്ട് തന്നെ പുട്ട് റെഡിയാകും. കുക്കറിൽ നിന്ന് സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തതാണല്ലോ. നന്നായിട്ട് ഉടച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2-3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും 3-4 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും 2-3 വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. തീ ഓഫ് ചെയ്തേക്കുകയാണ്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുമല്ലോ. ഈ പൊടികൾ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ച കടല ചേർക്കാം. ഈ കടലക്കറിയിൽ ടൊമാറ്റോ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ ഇഞ്ചിയും ഞാൻ ചേർത്തിട്ടില്ല. ഇഞ്ചിയും ടൊമാറ്റോയും ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഇത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. ഇതിലിനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പോളം നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് അതൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റട്ടെ. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കടലയിൽ പിടിച്ചിട്ടുണ്ടാകും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിനോടൊപ്പവും കഴിക്കാൻ സൂപ്പറാണ്. ഇപ്പോൾ ഈ പുട്ടിൻ്റെ ആവി വന്നിട്ട് 3-4 മിനിറ്റായി. ഇനി ഇത് എടുക്കാം. ഈ മധുരക്കിഴങ്ങിൻ്റെ കളർ നോക്കിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തതുകൊണ്ടാണ് നന്നായിട്ട് വെന്തത്. ഈ ചമ്പാ പുട്ടുപൊടി ആയതുകൊണ്ടാണ് നല്ലൊരു മണമുണ്ട് പുട്ടിൻ്റെ. ആവി ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള പുട്ടും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ല വിറ്റാമിനുകളും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒന്നാണ് ഈ ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ്. എന്നാൽ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇനി മധുരക്കിഴങ്ങ് വാങ്ങിക്കുമ്പോൾ ആദ്യം പുട്ടുണ്ടാക്കാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. ഇതിൻ്റെ കൂടെ കുറച്ച് കട്ടൻ ചായയും കൂടി ആയാൽ സൂപ്പറായിരിക്കും. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ പുട്ടും കടലയും. കടലയില്ലെങ്കിൽ സാരമില്ല, പുട്ടും കട്ടൻ ചായയും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടലക്കറിയും നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.